എന്താ അമ്മ? ഇന്ന് ശിവാനി കഴിച്ചു എന്ന് പറയുന്ന വിഷത്തിന്റെ ബാക്കി എന്തെങ്കിലും ഇരിപ്പുണ്ടോ കുറച്ചെടുക്കാൻ? അത് കഴിച്ച് എനിക്കും ചാകണം. എന്തിനാ അമ്മ ഇങ്ങനൊക്കെ പറയുന്നത്? പിന്നെ ഞാൻ എന്താ ചെയ്യേണ്ടത്? അതും കൂടി ഒന്ന് പറഞ്ഞതാ. ഇത്രയും നാൾ സ്നേഹിച്ച് തലയെ ചുമന്നു കൊണ്ട് നടന്നവളെ എല്ലാവരുടെയും മുന്നിൽ വെച്ച് തള്ളി പറഞ്ഞ് സ്വയം നാണം കെടാൻ വയ്യാത്തതുകൊണ്ടാ ഞാൻ അവിടെ വെച്ച് കൂടുതലൊന്നും പറയാഞ്ഞത്. ഇത്രയും കാലം അമ്മ അമ്മ എന്നും വിളിച്ച് കളിച്ചും സ്നേഹിച്ചും കൂടെ നടന്നത് ഇങ്ങനെ ഒരു ചതി ചെയ്യാനായിരുന്നു അല്ലടി? അമ്മ എന്നെ തെറ്റിദ്ധരിച്ചിരിക്കുവോ? അങ്ങനെയല്ല. ഇത്രയും കാലം ഞാനാണ് നിന്നെ തെറ്റിദ്ധരിച്ചു പോയത്. അതാണ് ശരി. നിന്റെ യഥാർത്ഥ സ്വഭാവവും ലക്ഷ്യം എന്താണെന്ന് ഇപ്പോഴല്ലേ എനിക്ക് മനസ്സിലായത്. സ്വന്തം അമ്മാവിന്റെ മകളെ തിരിച്ച് ഈശ്വരമംഗലത്തേക്ക് കൊണ്ടുവന്ന് അവൾക്കൊരു ജീവിതം ഉണ്ടാക്കി കൊടുക്കാൻ എന്തൊക്കെ നാടകങ്ങളാടി നീ കളിച്ചത്. എന്നാലും നിന്നെ സമ്മതിക്കണം. എന്റെ മോൻ എന്തൊരു ശുദ്ധനായിരുന്നു. ആ പാവം ഗൗതമനെ കൂടി പറഞ്ഞു വഴി തെറ്റിച്ച് നല്ല ഒന്നാം തരം കള്ളനാക്കി എടുത്തില്ലേ? വല്ലാത്ത ബുദ്ധി തന്നെ. പ്രണവിനെ രക്ഷിച്ച് ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവരുന്നതിന് വേണ്ടി ഐശ്വര്യ എന്ന് പറഞ്ഞ ഒരു നാടകക്കാരിയെ ഇറക്കുന്നു. എന്നിട്ട് അമ്പലത്തിലും പാർക്കിലും ഒക്കെയായി നീ എഴുതി പഠിപ്പിക്കുന്നത് അവൾ അഭിനയിക്കുന്നു. എന്റെ പാവം ചെറുക്കനെ പ്രണയത്തിൽ വീഴ്ത്തി നീ ആഗ്രഹിച്ചെടുത്ത് കാര്യങ്ങൾ എത്തിച്ച ശേഷം അവള് കൈയും കഴുകി ഉടുത്തുണി തുടച്ച് അവളുടെ പാട്ടിന് പോന്നു. എന്നിട്ട് എത്ര നിസ്സാരമായിട്ടാ എല്ലാം അഭിനയായിരുന്നു എന്ന് വന്ന് നിന്ന് പറഞ്ഞത്. എടി, പെറ്റമ്മയായ എന്നേക്കാൾ കൂടുതൽ അവൻ സ്നേഹിക്കുകയും വിശ്വസിക്കുകയും ചെയ്തത് നിന്നെയല്ലേ? ആ അവനോട് ഇങ്ങനൊരു ദ്രോഹം ചെയ്യാൻ നിനക്ക് എങ്ങനെ മനസ്സ് വന്നു? കൊല്ലക്കൊലയല്ലേ നീ അവനോട് ചെയ്തത്? ദ്രോഹമല്ലേ നീ കാണിച്ചത്? വെറും ദ്രോഹമല്ല, കുലദ്രോഹമാണ് നീ ചെയ്തത്. ഒരു കുടുംബത്തെ മുഴുവൻ നീ പറ്റിക്കായിരുന്നു, ചതിക്കായിരുന്നു, വഞ്ചിക്കായിരുന്നു. ദയവേത് എന്നോട് ഇങ്ങനൊന്നും പറയല്ലേ അമ്മ. ഞാൻ ചെയ്തതെല്ലാം പ്രണവിന്റെ നന്മയ്ക്ക് വേണ്ടി മാത്രമാണ്. അവന് നല്ലൊരു ഭാവി ഉണ്ടാവണമെന്ന് മാത്രമേ ഞാൻ ആഗ്രഹിച്ചിട്ടുള്ളൂ. മതി മതി, നീ വിളമ്പുന്ന നന്മയുടെ കഥയൊന്നും ഇനി അധികം എഴുന്നള്ളിക്കണ്ട. ഇത്രയൊക്കെ ചെയ്തു കൂട്ടിയിട്ടും പോരാഞ്ഞ് വീണ്ടും നീ കള്ളം പറയുന്നു. ഞാൻ ചെയ്തതൊക്കെ നല്ലതിന് വേണ്ടിയായിരുന്നു എന്ന് അമ്മയ്ക്ക് എന്തെങ്കിലും ഒരിക്കൽ മനസ്സിലാവും. എനിക്ക് എല്ലാം മനസ്സിലായി. ഇതിൽ കൂടുതൽ എനിക്കൊന്നും മനസ്സിലാവണ്ട. ഒരു വശത്ത് നീ ഐശ്വര്യയെ കൊണ്ടുവന്ന് പ്രണവിന് മുന്നിൽ നാടകം കളിപ്പിച്ച് അവനെ വീഴ്ത്തുന്നു. മറുവശത്ത് അതേ നാടകം നീ ശിവാനിയെ കൊണ്ട് വേറൊരു തരത്തിൽ കളിപ്പിച്ച് അവളെ ഈശ്വരമംഗലത്തേക്ക് തിരികെ കൊണ്ടുവരാൻ ശ്രമിക്കുന്നു. എന്തിനാ നിധി നീ എന്നോട് ഇങ്ങനെ കാണിച്ചത്? ദേ, ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. ഈ പരിപാടി ഈശ്വരമംഗലത്ത് നടക്കില്ല. നിന്റെ ഈ സ്വഭാവം മാറ്റുന്നതായിരിക്കും നിനക്ക് നല്ലത്. അതല്ല, സ്വയം തിരുത്താൻ നിനക്ക് ഉദ്ദേശമില്ലെങ്കിൽ ഇവിടെ എന്തൊക്കെ നടക്കുമെന്ന് പറയാൻ പറ്റില്ല. ഓർത്തോ? പറയാനുള്ളത് മുഴുവനെ ഞാൻ നിന്റെ ഭാര്യയോട് പറഞ്ഞിട്ടുണ്ട്. ചോദിച്ചു നോക്ക് അവളോട്. എന്താ നിധി, അമ്മ വല്ലാത്ത ദേഷ്യത്തിലാണല്ലോ ഇറങ്ങിപ്പോയത്. എന്തു പറ്റി? നീ എന്തിനാ കരയുന്നേ? അമ്മ ഇപ്പൊ എന്നെ വഴക്ക് പറഞ്ഞതുപോലെ എന്റെ ജീവിതത്തിൽ ഇന്ന് വരെ ആരും എന്നോട് സംസാരിച്ചിട്ടില്ല. ഞാൻ എന്റെ പെറ്റമ്മയേക്കാൾ കൂടുതൽ ഈ അമ്മയെ സ്നേഹിച്ചതാ. ആ സ്നേഹം അമ്മ എനിക്ക് തിരിച്ചും തന്നിട്ടുണ്ട്. പക്ഷെ ഞാൻ ഇപ്പൊ അമ്മയ്ക്ക് ദ്രോഹിയാ, കള്ളിയാണ്, വഞ്ചകയാണ്, ശത്രുവാണ്. അമ്മ അങ്ങനെയൊക്കെ പറഞ്ഞു. ഒരു കാര്യം ചെയ്യ്, നമുക്കിപ്പോ തന്നെ പോയി അമ്മയെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാം. നീ വാ. വേണ്ട ഗൗതം, അമ്മ ഇപ്പൊ വലിയ ദേഷ്യത്തിലാ. ആ മനസ്സിലേക്ക് നമ്മളിപ്പോ ഏത് ന്യായങ്ങൾ നിരത്തിയാലും ഉൾക്കൊള്ളില്ല എന്നുള്ള കാര്യം ഉറപ്പാ. നമ്മളിപ്പോ ചെന്ന് നമ്മുടെ ഭാഗം ശരിയാണെന്ന് വാദിച്ച അത് അമ്മയുടെ ദേഷ്യം കൂട്ടുകയുള്ളൂ. ശിവാനി എന്തെങ്കിലും ഒരിക്കൽ അമ്മയുടെ നല്ല മരുമകളായി ഈ വീട്ടിലേക്ക് വരും. അവള് പ്രണവിനെ സ്നേഹിച്ച് ജീവിച്ചു കാണിക്കും. അപ്പൊ അമ്മ മനസ്സിലാക്കിക്കോളും നമ്മൾ ചെയ്തതെല്ലാം നല്ലതിനു വേണ്ടിയായിരുന്നു എന്ന്. നിന്നെക്കുറിച്ച് എനിക്ക് അഭിമാനമുള്ളൂ.
ഞാനായിട്ട് തുടങ്ങി വെച്ച പ്ലേ അത്. അതിലൊരുപാട് പാകപ്പിഴകളുണ്ട്. എന്നിട്ടും ഒന്നും നീ അറിഞ്ഞില്ലായിരുന്നുവെന്ന് നീ ആരോടും പറഞ്ഞില്ല. നീ കൂടി ആ കുറ്റം ഏറ്റെടുത്തു. ഇപ്പോഴും അമ്മ കണക്കറ്റ് ശകാരിച്ചിട്ടും നീ അത് ക്ഷമിക്കുന്നു. ഒരു നല്ല കാലം വരുമെന്നും അപ്പം സത്യം മനസ്സിലാക്കിയാൽ മതിയെന്നും നീ ആഗ്രഹിക്കുന്നു. യു ആർ ഗ്രേറ്റ് ഡിയർ. ഐ ലവ് യു.